സൗഹൃദങ്ങൾക്കൊരു വലിയ വിലയുണ്ട്. ഇപ്പം മമ്മൂക്കയെ പറ്റി ചോദിച്ചപ്പോൾ മമ്മൂക്കയോട് എന്താ പറയുക, ഇപ്പം എനിക്കങ്ങനെ അതിഭീകരമായ ബന്ധമുണ്ടെന്നല്ല, എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ബന്ധം, അദ്ദേഹത്തെ അറിയുന്ന എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു ബന്ധം എനിക്കുണ്ട്. അപ്പം എനിക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ആൾ, ഇപ്പം ഞാനങ്ങനെ ഏതെങ്കിലും ഒരു നടന്റെ ആരാധകനാണ്, സിനിമകളുടെ നടന്റെയോ നടിയുടെയോ ആരാധകനാണ്, സിനിമകളുടെ ആരാധകനാണ്. നല്ല സിനിമ ആര് ചെയ്താലും എനിക്കിഷ്ടമാണ്, ഞാൻ അവരെ വിളിക്കും, അഭിനന്ദിക്കും. സിനിമ ഇഷ്ടമായില്ലെങ്കിൽ വിടും. നമുക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് അതിനെ, ഇപ്പം നമുക്കാണല്ലോ ഇഷ്ടമാകാത്തത്, വേറൊരാൾക്ക് ഇഷ്ടമാകും. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ പറയൽ വളരെ കുറവാണ്. അപ്പം അങ്ങനെ മമ്മൂക്കയെ നമുക്ക് അങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, അല്ലേ, ഒരുപാട് നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ, ഒരു ഭയങ്കര വൈവിധ്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് തന്നൊരു മനുഷ്യൻ. അപ്പം എനിക്ക് മമ്മൂക്ക കാണണം എന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ചിലരെയൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ, സ്വാഭാവികമായി കാണുന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ആൻഡോ ജോസഫിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ മമ്മൂക്ക ഒന്ന് കാണണം പറഞ്ഞു, കാണാമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞു, അത് എൻ്റെ ഒരു ആഗ്രഹം അവിടെ പ്ലേസ് ചെയ്ത് വിട്ടു. പിന്നെ ഒരു ദിവസം ആൻഡോ ചേട്ടൻ തന്നെ, ഞാൻ എറണാകുളത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എന്നോട് ചോദിച്ചു, എവിടെയുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എറണാകുളത്തുണ്ട്. അപ്പോൾ എനിക്ക് തൃക്കാക്കര ഇലക്ഷൻ ആയിട്ട് നടക്കാം. അപ്പോൾ പറഞ്ഞു, എന്നാൽ മമ്മൂക്ക വീട്ടിലുണ്ട്, മമ്മൂക്കയെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു മിനിറ്റിൽ മമ്മൂക്കയെ കാണുക, ഒരു പടം എടുക്കുക. അത് ഇപ്പം മമ്മൂക്കയ്ക്ക് ഇപ്പോൾ ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതെടുക്കുക എന്നെല്ലാം അവസാനിപ്പിച്ച സാധനമാണ്. അപ്പോൾ പോകുമ്പം ഞാനുണ്ട്, ഷാഫിക്കുണ്ട്, വിഷ്ണുവേട്ടനുണ്ട്. ആദ്യം കാണുന്നത് ലൊക്കേഷനിൽ പോകും, കാരവനിൽ വെച്ചിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പിന്നെ മമ്മൂക്കയോട് എന്നൊരു ചോദിച്ചു, പിന്നെ ഞാൻ രാഹുൽ എന്ന് പറഞ്ഞു. നമ്മളെ അറിയില്ലല്ലോ, അപ്പം അങ്ങനെയാണ് പറയുന്നത്. മമ്മൂക്കയ്ക്ക് എന്നെ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ പറഞ്ഞു, കൂട്ടത്തിലാണോ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അപ്പോൾ മനസ്സിലായി ഇങ്ങനെ കാണലുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ കുറച്ച് തിരക്കാണ്. നമ്മൾ വിചാരിച്ചു നമ്മൾ ഒഴിവാക്കുകയാണല്ലോ, കാരണം പുള്ളി തിരക്കാണല്ലോ, സത്യമാണല്ലോ. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കട്ടെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ വേഷത്തിൽ, അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ പരിക്കൊക്കെ ഉള്ളൊരു വേഷത്തിലാണ്, പിന്നെ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ വിട്ടു, പിന്നെ നടക്കില്ല. പിന്നെ വൈകുന്നേരം വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിലുണ്ട്, വീട്ടിൽ കാണാമെന്ന്. അപ്പം നമ്മൾ അവസാനിച്ചു, മുഖ്യമായിട്ടുള്ള മീറ്റിംഗ് അവസാനിച്ചു എന്ന് പറയുന്നിടത്താണ് പിന്നെ വീട്ടിൽ പോകുന്നു. അപ്പോൾ അവിടെ പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഈ ഫോട്ടോ എടുപ്പിൻ്റെ ഒരു കടം വീട്ടിൽ അവസാനിപ്പിക്കുമെന്ന് ചോദിച്ചു. പിന്നെ നമുക്ക് വർത്താനം പറയുന്നത് കുറേ നേരം, വളരെ കുറേ നേരം ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇപ്പം നമുക്ക് ഇങ്ങനെ ചർച്ചകൾ കാണാറുണ്ടെന്ന് സന്തോഷം. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾ നമ്മളെ ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം. അതിനുശേഷം നമുക്ക് നമ്പർ തന്നു, ഞാൻ നമ്പർ വാങ്ങി സേവ് ചെയ്തു, മമ്മൂക്കയും നമ്പർ സേവ് ചെയ്തു. പിന്നെ ഇപ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ ഒന്നുമില്ല, സിനിമയുടെ ഇങ്ങനെ മമ്മൂക്ക കാണിക്കുന്നൊരു രംഗം ഉണ്ടാവും. അപ്പം അതിങ്ങനെ എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് മമ്മൂക്കയ്ക്ക് അയച്ചു കൊടുക്കും. മമ്മൂക്കൊരു സ്മൈലി അയക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾക്ക് ഇങ്ങനെ വിഷ് ചെയ്യും. മമ്മൂക്ക തിരിച്ച് വിഷ് ചെയ്യും. പിന്നെ ഏതെങ്കിലുമൊക്കെ സിനിമയെ പറ്റി ഒരു ഒറ്റവാചകത്തിലൊരു കമൻറ്റ് ചെയ്യും. മമ്മൂക്ക അതിനോട് ചേർന്നൊരു മറുപടി പറയും. അതെനിക്ക് മാത്രമൊന്നുമല്ല, അത് മമ്മൂക്കയുടെ കയ്യിൽ നമ്പറുള്ള എല്ലാ ആളുകൾക്കും, അതൊരു വലിപ്പച്ചെറുപ്പ് വ്യത്യാസമില്ലാതെ, ജൂനിയർ സീനിയർ വ്യത്യാസമില്ലാതെ എല്ലാവരെയും മമ്മൂക്ക ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞങ്ങളന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു വളരെ പുതിയൊരു നടനെ മമ്മൂക്ക വിളിക്കുന്നുണ്ട്. മമ്മൂക്ക വിളിച്ചിട്ട് നമുക്ക് പറയുന്നുണ്ട്, എടാ നിന്റെ ഇതേലത്തെ സിനിമ ഇപ്പോൾ രണ്ടാമത്തെ പറഞ്ഞു, ഇനി ഇതേലെ സിനിമ ചെയ്യുന്നു, സിനിമ ഇല്ലെങ്കിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവൻ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എന്നിങ്ങനെ. കാരണം അയാൾ വേറൊരു ആ മേഖലയിൽ എത്താൻ പറ്റുന്ന പരമാവധി ഔന്നത്യത്തിലാണല്ലോ മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഇരിക്കുന്നത്. ലാലും മമ്മൂക്കയും ഒക്കെ എങ്ങനെ നമ്മളെ ശ്രദ്ധിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതാണ് ഒരു എക്സ്പീരിയൻസ്. അത് ഒരുപാട് പേർക്കുള്ള എക്സ്പീരിയൻസ് ആണ്. അതെ. ഈ സിനിമ സ്വപ്നമായിട്ട് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഹൈറ്റിലോ രാഹുൽ എത്തുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലെ ഹൈറ്റ് ഇപ്പോൾ പലപ്പോഴും ട്രോളാറുണ്ട്. പല ട്രോളുകളെ കുറിച്ചും ഞാൻ സംസാരിക്കാതെ വിട്ടത്, ട്രോളുകൾ ഓൾറെഡി തന്നെ കിടപ്പുണ്ട്, ഇനിയിപ്പം നമ്മളായിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ട്രോളിനപ്പുറത്തേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ പല നേതാക്കളെയും നമ്മൾ ചിലപ്പോൾ മാതൃകളാക്കും. ഈ രാഹുൽ ഗാന്ധിക്കും നിരന്തരമായ ട്രോളും അറ്റാക്കും ഒക്കെ കിട്ടുന്ന ഒരാളാണ്. രാഹുൽ മാങ്കൂട്ടത്തിനും ട്രോളും അറ്റാക്കും ഒക്കെ കിട്ടുന്നൊരു ഇതാണ്. പക്ഷെ ചില സിമിലാരിറ്റീസ് നോക്കുമ്പോൾ ചില ലീഡേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ നെഹ്റുവിയൻ കാഴ്ചപ്പാടിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് നമ്മളുമൊക്കെ ചെറുപ്പത്തിൽ ഒരു സോഷ്യലിസ്റ്റിക് വ്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും നോക്കിക്കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ ആ മനുഷ്യനെയൊക്കെ നമ്മൾ മനസ്സിലാക്കാനും ഡിസ്കവറി ഓഫ് ഇന്ത്യയൊക്കെ നമ്മൾ പോയിട്ട് വായിക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു കാലമുണ്ടല്ലോ. ഇതേപോലൊരു അന്വേഷണവും പഠിത്തവും ഒക്കെ പൊളിറ്റിക്സിനെ സംബന്ധിച്ച് രാഹുലിൻ്റെ മനസ്സിലുണ്ടാവും. അത് കുറച്ചുകൂടെ ഒരു വിഷനോടുകൂടി. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അതേപോലെ സംസാരിക്കണമെന്ന്, ശശി തരൂർ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് പറയാൻ എല്ലാവർക്കും ഒരു മോഹമായിരിക്കും. അപ്പം അങ്ങനെ നോക്കുന്ന ലീഡേഴ്സോ ഇല്ലെങ്കിൽ അങ്ങനെ നോക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡോ എന്താണ് അടുത്ത സ്വപ്നം ആ ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോൾ?
ഒന്ന് പൊളിറ്റിക്സിനകത്ത് ഇങ്ങനെയൊക്കെ ആകുമെന്ന് കരുതിയിട്ട് വന്ന ഒരാളല്ല. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ കോൺഗ്രസ്സുകാരനാണ്. അപ്പം അച്ഛനോടുള്ള ഇഷ്ടമാണ് നമ്മൾ കോൺഗ്രസ് ആയിരുന്നു. പിന്നെ വായിക്കുന്നു. പിന്നെ KSU ആകുമ്പോൾ നമ്മൾ കോളേജിലൊരു 2-3 വർഷം KSU ആയി നടന്നു. KSU യൂണിയൻ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അവിടെ അവസാനിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ ഭാരവാഹിത്വം കിട്ടുന്നു. അപ്പോൾ ഭാരവാഹിത്വം കിട്ടുമ്പോഴും ഇത് കഴിഞ്ഞ് നമ്മൾ അപ്പം അന്നേരമൊക്കെ അധ്യാപകനാവുക, ഹിസ്റ്റോറിയൻ ആവുക എന്നൊക്കെയുള്ള താല്പര്യമായിട്ടിരിക്കണം. അപ്പം ഒരു ഘട്ടത്തിൽ നമ്മളിത് നിർത്തേണ്ടി വരും എന്നുള്ളൊരു രീതിയിലാണല്ലോ പോകുന്നത്. പിന്നെ ഇങ്ങനെ വന്ന് ഇന്നിപ്പോൾ ഒരു ബൈ ഇലക്ഷനിൽ മത്സരിക്കാനുള്ള അവസരം വരെ പ്രസ്ഥാനം നമുക്ക് തരുന്നു. ജനങ്ങൾ, പാലക്കാട്ടെ പ്രിയപ്പെട്ടവർ, പാലക്കാട്ടെ ആളുകളോട് എത്ര നന്ദി പറഞ്ഞാലും, ഒരു മനുഷ്യായുസ് കൊണ്ട് പ്രവർത്തിച്ചാലും മതിയാകാത്തത്ര നന്ദി എനിക്ക് അവരോടുണ്ട്. കാരണം ഞാൻ ചെല്ലുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയേറെ വ്യക്തിപരമായി ഒരു സ്ഥാനാർത്ഥി, ഒരു മുന്നണി ആക്രമിക്കപ്പെട്ടിട്ടുള്ള, വ്യക്തിപരമാണ് മുന്നണിയും സ്ഥാനാർത്ഥിയും നേരിട്ട് ആക്രമിക്കപ്പെടുന്നൊരു സമയത്ത് ഒരു മൊമെന്റിൽ പോലും ആ മുന്നണിയോ ആ സ്ഥാനാർത്ഥിയോ സംശയിക്കും. അവൻ തുടക്കക്കാരനാണല്ലോ, അതിൻ്റെ ഒരു പരിഗണനയും ഈ ആക്രമിച്ച ഒരാൾ ഒരിക്കലും തന്നിട്ടില്ല. വേണ്ട, സാരമില്ല. അപ്പം അതൊന്നും പരിഗണിക്കാതെ പാലക്കാട് ആളുകൾ, അവിടുത്തെ ആളുകൾ ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹമുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പാലക്കാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഭയങ്കരമായി ആസ്വദിക്കുകയാണ്. അവർ തരുന്നൊരു സ്നേഹം പറഞ്ഞാൽ അവസാനിക്കണം. അപ്പം അതുകൊണ്ട് അതുവരെയൊക്കെ എത്തിയതിന് വലിയ കാര്യമായിട്ടാണ് ഞാൻ ഏറ്റവും അധികം വായിക്കുക ആത്മകഥകളും ചരിത്ര പുസ്തകങ്ങളും ഏറ്റവും കൂടുതൽ വായിക്കുക. അല്ലാതുള്ള വായന ഈ പറയുന്ന പോലെയാണ്, സെലക്റ്റീവാണ്. ആത്മകഥകൾ ഒരുവിധം എല്ലാ ആത്മകഥകളും വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് റെസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് വായിക്കാറുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ഈ ആത്മകഥകൾ ഒരു വലിയ പാടാണ്. അപ്പം അവരൊക്കെ കടന്നു പോയിട്ടുള്ള ജീവിതം നമുക്ക് ഭയങ്കരമായിട്ട് അനുഭവമാണ്. ശ്രീമതി ഗൗരിയമ്മ ഭയങ്കര ക്ലാസിക് ആത്മകഥയാണ് വേണ്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആത്മകഥകളിലൊന്ന് ഒരു ജന്മം, MB രാഘവന്റെ ആത്മകഥ ഭയങ്കര മനോഹരമാണ്. അതിമനോഹരമായ ആത്മകഥകളിലൊന്നാണ് MB രാഘവന്റെ ആത്മകഥ. അപ്പോൾ അവരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ അത് അനുകരിക്കലോ പകർത്തലോ നമ്മളവിടെ കഴിയുന്ന കാര്യമല്ല. നമ്മളെങ്കിലും അതിൻ്റെ ഒരു ചെറിയൊരു വേർഷനിലും എടുക്കാൻ ശ്രമിക്കാറുണ്ട്. പുതിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഏറ്റവും അധികം മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന മുന്നണി സാറിന്, ഏറ്റവും അധികം മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ജനപ്രതിനിധി എന്നതിൽ ഒരാളും പൂർണ്ണനൊന്നും അല്ലെങ്കിലും പൂർണ്ണതയിലെ ഏകദേശത്തിൽ അടുത്തെത്തിയ ഒരാൾ ഉമ്മൻചാണ്ടി സാറാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ നമുക്ക് പല പെർസ്പെക്റ്റീവിൽ സംസാരിക്കാൻ പറ്റും. അപ്പം കുറേയേറെ മനുഷ്യന്മാർക്ക് ഉമ്മൻചാണ്ടി സാറ് കാരുണ്യവും കരുതലും ഒക്കെയാണ്, കുറേയേറെ മനുഷ്യന്മാർക്ക്. അപ്പം ഉമ്മൻചാണ്ടി സാറ് മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര, വിലാപയാത്ര തിരുവനന്തപുരത്ത് ആ വാഹനത്തിനകത്ത് കയറുക എന്ന് പറയുന്ന ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടാണ്. ഒരു ചരിത്ര നിമിഷമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഒരു വലിയ ഒരു അധ്യയന യാത്രയായിരുന്നു. ആ യാത്രയിൽ തിരുവനന്തപുരത്തു നിന്ന് കോട്ടയം വരെ എത്താൻ ഏതാണ്ട് 1.5 ദിവസം എടുക്കേണ്ടി വരിക. തിരുവനന്തപുരത്ത് കോട്ടയം വരെ എത്താൻ എത്ര സമയം വേണമെന്ന് അറിയാമല്ലോ. ആ 1.5 ദിവസം കൊണ്ട് എത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയതേ. അപ്പം ഈ വാഹനം എങ്ങും നിർത്തിയിട്ടില്ല. തിരുവനന്തപുരത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തു, കോട്ടയത്താണ് നിർത്തുന്നത്. ഈ വന്നു നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം, വണ്ടി നിർത്തി കാണലോ അന്ത്യോപചാരം അർപ്പിക്കലോ ഒന്നുമില്ല എന്നറിയാം. രാത്രി 2 മണിക്ക് ഒക്കെ ഇതുവഴിയൊക്കെ പാസ് ചെയ്യുമ്പോൾ മഴയുണ്ട്. മഴയത്ത് ഇവർക്ക് ഒന്നുമേ കാണാൻ കഴിയില്ല. ഈ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും കാണാൻ കഴിയില്ല. അകത്ത് നമുക്ക് സങ്കല്പിക്കാം ഉമ്മൻചാണ്ടി സാറിൻ്റെ, കാരണം മഴയാണല്ലോ, ഉമ്മൻചാണ്ടി സാറിൻ്റെ വിലാപയാത്രയാണ് പോകുന്നതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ മാത്രം കഴിയുമ്പോഴും കുട്ടികൾ, പ്രായമായ മനുഷ്യന്മാർ, ചെറുപ്പക്കാർ, എല്ലാ കാറ്റഗറിയിലെയും ആളുകൾ, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്സ് വരെ ആളുകൾ വന്ന് വഴിയിൽ നിൽക്കുകയാണ്. അത് ഒരു വലിയ പാഠമാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് പലരുടെ ജീവിതത്തിൽ ഒരു ഒപ്പിലൂടെയെങ്കിലും സ്പർശിച്ചതിൽ ഉദാഹരണമായിട്ടാണ് ആളുകളോട്. അദ്ദേഹത്തിന് ഒരുപാട് തീരുമാനങ്ങളുണ്ടല്ലോ, അതിന് ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ. അപ്പം അന്ന് വന്നിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ. ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് സർക്കാർ പണം ശ്രുതി തരംഗം പദ്ധതി ഉണ്ടാകുന്നതിൻ്റെ കാരണം കണ്ണൂരിലൊരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ഒരു അമ്മ, ആ അമ്മ വിധവയായ അമ്മയുടെ ഏക മകൻ്റെ ആരോഗ്യ പ്രശ്നത്തിന് ഒരു പരിഹാരമായി പുതുപ്പള്ളി MLA മാത്രമായ ശ്രീ ഉമ്മൻചാണ്ടി, അന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചൊരു ഫോൺ കോളാണ് പിന്നീട് ഭരണാധികാരിയാകുമ്പോൾ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറി ആയിട്ടൊരു സർക്കാർ രൂപാന്തരപ്പെടുന്നത്. ഇതടക്കമുള്ള അനുഭവങ്ങളുടെ ഭാഗമായ മനുഷ്യന്മാരാണ് ഈ വന്നിരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ്. രാഹുൽ ഗാന്ധിയെ പറ്റി ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നത്, പലപ്പോഴും ആളുകൾ അയാളെ വിമർശിക്കുന്ന അയാൾ ഇൻകൺസിസ്റ്റന്റ് ആണെന്ന്. അയാൾ കൺസിസ്റ്റന്റ് ആണ്. ഇപ്പൊ നമ്മൾ രാഹുൽ ഗാന്ധിയെ പിന്നെയും പറയുന്നുണ്ടല്ലോ, രാഹുൽ ഗാന്ധി
രാഹുൽ ഗാന്ധി ശരിയാണ്, രാഹുൽ ഗാന്ധി മാറി എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ രാഹുൽ ഗാന്ധി അല്ല മാറിയത്. നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണുന്നത് പെർസ്പെക്റ്റീവിൽ, ഔട്ട്ലുക്കിൽ നമുക്ക് മാറ്റം വന്നാണ്. അയാൾ ഡേ 1 തൊട്ട് പറയുന്ന ഒരേ കാര്യമാണ്. ചിലപ്പോൾ അതിനോട് നമുക്ക് എല്ലാത്തിനും യോജിപ്പുണ്ടായിരിക്കില്ല. ഇപ്പം എന്താ പറയുക, ഇപ്പം അംബാനിയുടെ മകന്റെ വിവാഹത്തിന് പങ്കെടുക്കാതെ അയാൾ അവിടെ ദാബയിൽ പോയിരിക്കുന്നു. ഭയങ്കരമായ വിമർശനം ഉണ്ട്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കും. അയാൾക്ക് അയാളുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ട്. അയാൾ എതിർത്തുകൊണ്ടിരിക്കുന്ന ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ ഭാഗമാകാൻ അയാൾ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ നിലപാടെടുത്തൂടെ? ഇപ്പം ബാക്കിയുള്ളവരെന്താ ചെയ്യുക? ബാക്കിയുള്ളവർ ചെയ്യുക, അംബാനി എതിർക്കുന്നു, എന്നിട്ട് അംബാനിയുടെ മകന്റെ കല്യാണത്തിന് പങ്കെടുക്കുന്നു. രാഷ്ട്രീയമായാലും അങ്ങനെയൊക്കെ ആകാമെന്നുള്ളൊരു നിർവചനവും, നമ്മൾ രാഷ്ട്രീയക്കാരായാലും ഇങ്ങനെ ആകണം എന്നൊരു കൺവെൻഷൻ കൂടെ പറയും. ആരെ കൺവെൻഷൻസ് വെക്കുന്നെന്നുള്ള പ്രശ്നം അയാൾക്ക് അതിനോട് താല്പര്യമില്ല. ഇപ്പൊ അംബാനി അദാനി മിണ്ടാതിരുന്നാൽ കോടികൾ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അക്കൗണ്ടിലെത്തും. മിണ്ടാതിരുന്നാൽ മതി. അംബാനിക്കെതിരായി അദാനിക്കെതിരായിട്ട് ഒരു വാക്ക് മിണ്ടാതിരുന്നാൽ കോടാനുകോടി എത്തുമ്പം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഫേസായ നേതാവ് കൺസിസ്റ്റന്റ് ആയി അയാൾ തിരിച്ചറിയുകയാണ് ക്രോണിക് ക്യാപിറ്റലിസമാണ് റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ഏറ്റവും ബേസ്, ഫണ്ടമെന്റൽ, ഫാഷിസത്തിന്റെ ഫണ്ടമെന്റൽ അതാണെന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. അതിൽ കൺസിസ്റ്റന്റ് ആണ് അയാൾ എടുത്ത എല്ലാ നിലപാടുകളും. അപ്പൊ അയാൾക്ക് അയാളുടെ സെക്യുലറിസം അൺക്വസ്റ്റ്യനബിൾ, ചോദ്യം ചെയ്യാൻ പറ്റാത്ത മതേതര നിലപാട്. അത് നെഹ്റുവിന്റെ ഡിക്റ്റോയാണ്. നെഹ്റു ഒരു തീരുമാനം എടുക്കുമ്പോഴും അയാൾക്ക്, നെഹ്റുവിനെ നമ്മൾ വായിക്കുമ്പോൾ നെഹ്റു അദ്ദേഹത്തിന് ഒരു തീരുമാനത്തിലും അദ്ദേഹത്തിന്റെ മതേതര സെക്കുലർ ക്രെഡൻഷ്യൽ അദ്ദേഹത്തിന് തന്നെ സംശയമില്ല. സെക്കുലർ ക്രെഡൻഷ്യൽ സ്വന്തമായി സംശയമില്ലാത്ത മനുഷ്യന്മാർക്ക് അയ്യോ ഞാനിത് ചെയ്താൽ ഞാനൊരു മതേതരവാദി എന്നുള്ള എൻ്റെ ഒരു ഇമേജ് പോകുമോ എന്ന ചിന്തയില്ലാത്ത മനുഷ്യന്മാർക്ക് കിട്ടുന്ന അവരവരുടെ കലർപ്പില്ലാത്ത മതേതരത്വത്തോട് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, ആ കോൺഫിഡൻസ് രാഹുൽ ഗാന്ധിയിൽ കാണാൻ പറ്റും. പിന്നെ പുതിയ കാലഘട്ടത്തിലെ എല്ലാ നേതാക്കന്മാരും അവരവരുടേതായ പ്രത്യേകതകളുണ്ട് ഓരോരുത്തരും. അതെല്ലാം നമ്മൾ സീനിയേഴ്സിന്റെ എല്ലാം പകർത്താൻ ശ്രമിക്കാറുണ്ട്, പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. രാഹുലിനെ നമുക്ക് വിടേണ്ടതുണ്ട്. അതിനു മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ എനിക്കും ഒരു ആഗ്രഹമുണ്ട്, ഈ മനുഷ്യനൊന്ന് ഹഗ് ചെയ്യണം. ഒന്ന് ഹഗ് ചെയ്തോട്ടെ. അടിപൊളി. രാഹുലിന്റെ കൂടെ നിൽക്കുമ്പോ ഞാൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. രാഹുൽ പോകുന്ന വഴിക്കൊക്കെ ഞാനും വന്നതാണ്. കവിതയിൽ പോകുമ്പോൾ കവിതയിൽ വന്നതാണ്. രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഞാനും കൂടെ കുറച്ച് ഗൗരവത്തിലായി. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.